ലൈവിലിപ്പം അനിമോളും ശൈത്യയും തമ്മിൽ മുട്ടനടി നടക്കുകയാണ്. ശൈത്യയെ കട്ടപ്പാന്ന് വിളിച്ചതാണ് ആ ഒരു ഇഷ്യൂ അന്നുണ്ടായ. ശൈത്യ പോകുന്നതിന് മുമ്പ് ഉണ്ടായ ആ ഒരു പ്രശ്നത്തിനെ ചൊല്ലി സംസാരം തുടങ്ങി. അത് വലിയൊരു ഇതിലായിട്ട് പ്രശ്നത്തിലോട്ട് മാറിയിരിക്കുകയാണ്. പക്ഷെ അനിമോളല്ല കട്ടപ്പാന്ന് വിളിച്ചത്. കട്ടപ്പാന്ന് വിളിച്ചത് പുറത്തുനിന്ന് വന്ന വൈൽഡ് കാർഡ്സുകളാണ് കട്ടപ്പാന്ന് വിളിച്ചത്. അപ്പോൾ അനിമോളോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശൈത്യയെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അനിമോളും ശൈത്യയും തമ്മിൽ ഭയങ്കര കൂട്ടായിരുന്നു. അത് കഴിഞ്ഞ് ജയിലിൽ അനിമോൾ കിടന്നപ്പം ശൈത്യ അക്ബർ ടീമിലായി. അത് കഴിഞ്ഞ് പിന്നെ അനിമോൾക്ക് എതിരായിരുന്നു. അങ്ങനെ വൈൽഡ് കാർഡ്സ് വന്നു കഴിഞ്ഞിട്ട് അപ്പം വൈൽഡ് കാർഡ്സ് പുറത്തുനിന്ന് ഇതെല്ലാം കണ്ടിട്ടാണല്ലോ വരുന്നത്. വന്നു കഴിഞ്ഞപ്പം അവർ പുറത്തുള്ള പ്രേക്ഷകരാണ് കട്ടപ്പാന്ന് ശൈത്യക്ക് ഇട്ടത്. അത് വെച്ച് ഇവർ അനിമോളോട് കട്ടപ്പാണ് വിശ്വസിക്കരുതെന്ന് പറഞ്ഞത്. അങ്ങനെ അനിമോള് ശൈത്യമായിട്ട് ഭയങ്കര ഉടക്കായിരുന്നു. അപ്പോൾ അത് അനിമോളാണ് വിളിച്ചതെന്ന് പറഞ്ഞപ്പോൾ അനിമോൾ പറഞ്ഞ് ഞാനല്ല, എൻ്റെ അടുത്ത് രണ്ടാൾക്കാർ പറഞ്ഞു നിന്നെ വിശ്വസിക്കരുതെന്ന്. ഉടനെ നീ അതങ്ങ് വിശ്വസിച്ച. രണ്ടാൾക്കാർ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു എന്ന് അനിമോൾ പറഞ്ഞ്. അപ്പോൾ പറയുന്നുണ്ട് അവരെന്താ പറഞ്ഞതെന്ന് പറയാൻ. അനിമോൾ പറഞ്ഞ് ഞാനത് പറയത്തില്ല എന്ന് പറഞ്ഞു. എനിക്ക് കട്ടപ്പാന്ന് പുറകിൽ നിന്ന് ഞാൻ എന്ത് കുത്തിയെന്നാണ് പറയുന്നത്, അത് പറയണം. എനിക്ക് പുറത്തൊരു ജീവിതമുള്ളതാണ്. ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് ഇതുവരെ ഉറങ്ങിയിട്ടില്ല. എനിക്ക് ഇതിൻ്റെ പേരിൽ ഞാൻ പുറത്ത് ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞാൽ അനിമോൾ ഒരു തരത്തിലും പറയത്തില്ലെന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് എണീറ്റ് പോയി ഊഞ്ഞാലിൽ പോയി. അപ്പോൾ ശൈത്യ കിടന്ന് അലറുവാണ്, നീ പറഞ്ഞേ പറ്റൂ, അതിനും കൂടെ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇവൾ കള്ളിയാണ്, ഇവളുടെ വീടും കാറും ഒക്കെ ലോണാണെന്ന് പറഞ്ഞത് കള്ളത്തരമാണെന്ന് ആദിലയോടൊക്കെ പറയുന്നത്. അപ്പോൾ ആദില പറയുന്നത് ഞങ്ങളടുത്ത് ലോൺ എടുത്തെന്നാണ് പറഞ്ഞാൽ എല്ലാം ഇവൾ കള്ളത്തരം പറയുകയാണ്, ഇവൾ കള്ളിയാണ്, എല്ലാവരുടെയും ജീവിതം നശിപ്പിക്കാൻ നടക്കുവാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്കാം. അപ്പം സരിതയൊക്കെ പറയുന്നുണ്ട് വാ അനിമോളെ വന്ന് എന്താ പ്രശ്നമെന്ന് പറ, അല്ലെ പിന്നെ അവർക്ക് വീണ്ടും അത് പ്രശ്നമാകത്തില്ല. അനിമോൾ പറയുന്ന ഒന്നുമില്ലെന്ന് പറഞ്ഞല്ലോ, ഞാൻ വരുത്തുമില്ല, എനിക്ക് സംസാരിക്കാൻ വേണ്ടാന്ന് പറയുന്നു. അപ്പോൾ ഇവൾ വീണ്ടും പറയുന്നുണ്ട് എനിക്ക് പുറത്ത് ഭയങ്കര പ്രശ്നമാണ്, എനിക്ക് ജീവിക്കേണ്ടതാണ്, സംസാരിച്ചേ പറ്റൂ. അനിമോൾ എന്തൊക്കെ പറഞ്ഞിട്ട് അനിമോൾ വരുത്തില്ല, അനിമോൾ അത് പറയത്തുമില്ല എന്നും പറഞ്ഞ് അങ്ങനെ ആ ഒരു വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.